ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധേയയായ ആളാണ് ജസ്ന സലീം. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് താൻ വരച്ച കൃഷ്ണചിത്രം ജസ്ന സലീം നൽകിയത് വലിയ വാർത്തയും ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഗുരുതരമായ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിരിക്കുകയാണ് ജസ്ന സലീം. നേരത്തെയും അവർക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ ഹണി ട്രാപ്പുകാരിയാണ് എന്ന രീതിയിലുള്ള സൈബർ പ്രചാരണങ്ങളാണ് ജസ്ന സലീമിനെതിരെ ഓൺലൈനിലൂടെ നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരുപാട് സ്ക്രീൻഷോട്ടുകൾ ജസ്ന സലീമിനെതിരെ പ്രചരിച്ചിരുന്നു. ഇക്കാര്യത്തെക്കുറിച്ച് ജസ്ന സലീം ന്യൂസ് 18 സംസാരിച്ചു. നേരത്തെ ഒരു പീഡന പരാതി ജസ്ന സലീം നൽകിയതാണ്. ആ പരാതി കോടതി തള്ളിയിരുന്നു. ഇതിനുശേഷമാണ് ഹണി ട്രാപ്പ് നടത്തി പണമുണ്ടാക്കുന്നയാളാണ് ജസ്ന സലീം എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങൾ സൈബർ ലോകത്ത് പ്രചരിക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ജസ്ന സലീം പ്രതികരിച്ചിരിക്കുന്നത്. ശ്രീകൃഷ്ണ ചിത്രങ്ങൾ താൻ വരയ്ക്കുന്നതിനെതിരെയാണ് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളെന്നും ഈ ചിത്രങ്ങൾ ആരും വാങ്ങാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഒരു പ്രചാരണം നടക്കുന്നതെന്നും ജസ്ന സലീം പറയുന്നു. ജസ്നയുടെ പ്രതികരണത്തിലേക്ക്. സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്നൊരു സംഭവമാണ്. ഞാൻ ഹണി ട്രാപ്പിൽ അംഗമാണ്, ഞാൻ പലരുടെയും പേരിൽ കേസ് കൊടുത്തു എന്നുള്ളതൊക്കെ ആയിട്ട് വരുന്നത്. ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. പല സാഹചര്യങ്ങൾ എനിക്ക് വന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ചിത്രം വരച്ചതിന്റെ പേരിൽ മക്കളെ മാനവും എല്ലാം പോയിട്ട് ഞാൻ ആ തൊഴിലും കൊണ്ട് മുമ്പോട്ട് പോകണം. ഞാൻ എങ്ങനെയാ ഹണി ട്രാപ്പുകാരിയായത്? വേറെ കേസ് കൊടുത്തു എന്നാണ്. ഈ കോടതിന്റെ ഒരു സൈറ്റ് ഉണ്ടല്ലോ, ആ സൈറ്റ് കയറിയാൽ കേസ് എന്താണ്, പ്രതി കൊടുത്തത് എന്താ, വാദി കൊടുത്തത് എന്താ, എല്ലാ ഡീറ്റെയിലും അതിൽ കിട്ടൂലേ. പിന്നെ എന്തുകൊണ്ട് ഇവർ ഇതൊന്നും ചെയ്യാണ്ട് എന്നെ കുറ്റപ്പെടുത്താൻ വരുന്നുണ്ട്? എനിക്ക് ആരുമില്ല പറയാന്. ഞാൻ കൂട്ടുകാരെടുത്തൊക്കെ ഒന്നിനും പോലെ ആര് വയ്യ എങ്ങനെയാ ചതി വരിക എന്ന് പറയാൻ പറ്റൂല. ഞാൻ ആകെ ചെയ്യുന്നൊരു തെറ്റ്, എനിക്കൊരു തൊഴിൽ കിട്ടിയപ്പോൾ അത് മുറുകെ പിടിച്ചു എന്നുള്ളതാണ്. അതിൽ ഇപ്പം സത്യം പറയച്ച മാനം വരെ പോയി. യഥാർത്ഥത്തിൽ മാനം പോയി. ഇപ്പൊ സമൂഹം എല്ലാം കൂടി എന്നെ നാട്ടിക്കുകയാ ചെയ്യുന്നത്. എന്തുമാത്രം തെറ്റാണ് ഞാൻ ഇതിനു മാത്രം മറ്റൊരു മതത്തിന്ന് ഒരു കൃഷ്ണനെ ചേർത്ത് പിടിച്ചതാണോ ഞാൻ ചെയ്യുന്നത്? ഇത്ര വലിയ തെറ്റ് അതും കൂടി ഒന്ന് നിങ്ങളൊക്കെ പറഞ്ഞു തരും. എന്റെ ഒരു തൊഴിലായിട്ട് കാണൂ. ഇത് ഈ വീഡിയോ കാണുമ്പോൾ എന്റെ മതസ്ഥരായിരിക്കും കൈയൊട്ടിച്ചിരിക്കുക, ഇവക്കിത് കിട്ടണോ, ഇത് കിട്ടേണ്ടതായിരുന്നു എന്നുള്ളത്. എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അവർക്ക് ചിന്തിച്ചൂടെ? എനിക്ക് സ്വർഗത്ത് പോകണ്ട, ഞാൻ നരകത്ത് പോയിക്കോളാം. ഇവരെന്തിനാ എന്നെ സ്വർഗത്ത് പറഞ്ഞേക്കുന്നത്? ഏതെങ്കിലും ആരെങ്കിലും വഴിപഴിച്ച് ജീവിക്കുകയാണെങ്കിൽ അവർ പോയിക്കോട്ടെ എന്നേ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് അവരെ ഉപദേശിച്ച് നന്നാക്കി കൊണ്ടുപോകാനൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ എന്റെ പുറകെ നടന്ന് ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് അറിഞ്ഞൂടെ എനിക്ക്? ഇപ്പൊ ഇങ്ങനെ പറയുമ്പോ ഈ പടം വാങ്ങുന്നവരുടെയൊക്കെ എണ്ണം കുറയ്ക്കണം, ഇതൊക്കെ ആയിരിക്കും അവരുടെ ലക്ഷ്യം. ആയിരിക്കും. അതില് ഞാനിപ്പം നിലവിൽ എന്റെ ഉമ്മാക്കും വാപ്പാക്കും വീട് വെച്ച് കൊടുക്കാൻ പറ്റുന്നു. ഞാൻ പറഞ്ഞില്ല, ഒരിക്കൽ എന്റെ വാപ്പ ആ ഒരു കാരണത്താല് നാണം കെട്ടു. രണ്ടാമത് നാണം കെടുത്തുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ കൃഷ്ണനെ വരയ്ക്കുന്നത്. എന്താ മജീദേ മോൾ ഇങ്ങനെയാന്നാ എല്ലാരും ചോദിക്കുന്നത്. ഓളെന്തിനാ ഇത് വരച്ചോണ്ട് നടക്കുന്നത്? അതിന്റെ പേരിൽ എന്റെ ബാപ്പ പിന്നെയും നാണം കെട്ടു. എന്റെ ബാപ്പ ഒരു ദിവസം വാപ്പയുടെ സ്വപ്നം പോലെ, ആഗ്രഹം പോലെ ആ വീട്ടിൽ താമസിച്ച് അവിടെ നിന്ന് എന്റെ വാപ്പ മരിക്കണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ വീട് വെക്കാൻ വിചാരിച്ചത്. അതിന് ഞാൻ ഏകദേശം ഒരു 400 ഫോട്ടോക്ക് ഓർഡർ കിട്ടിയാൽ എന്റെ ആഗ്രഹം സാധിക്കും എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പലരും എടുത്തിട്ട് അടുത്ത തട്ടിപ്പ് എന്ന് പറഞ്ഞ് ഞാൻ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്. സഹായിക്കാനാണെങ്കിൽ ഒരുപാട് ആൾക്കാർ എനിക്കുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് ആൾക്കാർ എന്നെ സഹായിക്കാന്ന് പറഞ്ഞിട്ടോ. ഞാൻ അപ്പോഴും അവരോട് പറഞ്ഞെന്താണെന്നറിയോ, എനിക്ക് വേണ്ട. കാരണം അതിൽ നിൽക്കുമ്പോൾ എൻ്റെ ഉമ്മക്കും വാപ്പക്കും അഭിമാനം ഉണ്ടാവില്ല. ഞാൻ നയിച്ചിട്ട് അതിന്ന് ഉണ്ടാക്കുന്ന വീട്ടിലാണ് അവർക്ക് നിൽക്കുമ്പോൾ സുഖം ഉണ്ടാവുക എന്ന് തിരുത്തി പറഞ്ഞതാണ്. എന്നിട്ട് ഒരു ചെങ്ങായി എടുത്തിട്ടുണ്ട് 10,000 20,000ത്തിന്റെയും ഫോട്ടോ ആണ് അവള് വിൽക്കുന്നത്. എന്റെ ഫോട്ടോയിൽ 10,000 20,000 ഒക്കെ ഉണ്ട്. ഓരോരുത്തർക്ക് റേഞ്ചിന് എന്താണോ താങ്ങുന്നത് അതിനനുസരിച്ച്. എനിക്കിതിന്റെ ചെലവൊക്കെ നോക്കണ്ടേ? ഇവരാരും ചെലവും കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് സങ്കടം തോന്നുന്നു? ഇതേ എന്നെ സഹായിക്കുന്നുണ്ട്, അതൊന്നും നിർത്തട്ടെ എന്ന് കരുതിയിട്ട് മാത്രം, അല്ലാതെ എനിക്ക് നല്ല വരട്ടെ എന്നല്ല. ഇതിന്റെ അടുത്ത് ഒരു BJP പ്രവർത്തകയാണ് എന്ന് അവകാശപ്പെടുന്നുണ്ട് ആ സ്ത്രീ. എനിക്കറിയില്ല. ഒരിക്കൽ സുരേഷ് ഗോപി ചേട്ടന് പിന്നെ കളക്ടറേറ്റിൽ ഇത് വാങ്ങാൻ വന്ന സമയത്ത് എന്നോട് എന്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, ജസ്ന, എന്ത് കാരണവശാലും നീ ഈ ചിത്രവര നിർത്തരുത്. നീ അഭിമാനമാണ് ഞങ്ങൾക്ക്. നിങ്ങൾ ഇനി ഒരു കാരണവശാലും എന്ത് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ട്, ഒരു കാരണവശാലും ഇങ്ങനെ നിർത്തരുതെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ പിറ്റേന്ന് ദിവസം എന്റെ നേരെ പോസ്റ്റ് ഇടുക ചെയ്ത്. അങ്ങനത്തെ മനുഷ്യന്മാരുള്ള ഈ ലോകത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഹണി ട്രാപ്പ് നടത്തി എന്നുള്ള പ്രചാരണമാണ് ജസ്ന സലീമിനെതിരെ ഇപ്പോൾ സൈബർ ഇടത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത്. ഇതിനെതിരെയുള്ള പ്രതികരണമാണ് ജസ്ന സലീം നടത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, ജസ്നയുമായി അനീഷ് സംസാരിച്ചതിന്റെ ദൃശ്യമാണല്ലോ ഇപ്പോൾ കണ്ടത്. ഇതിൽ ഈ
എന്താണിപ്പോൾ ജസ്നയ്ക്ക് നേരെ ഉണ്ടായിരിക്കുന്ന പുതിയ ആക്ഷേപങ്ങൾ? നേരത്തെ ജസ്നയ്ക്കെതിരെ പല കാര്യങ്ങളും പ്രചരിച്ചിരുന്നതാണ്. അവർ കൃഷ്ണചിത്രങ്ങൾ വരയ്ക്കുന്നതിനെതിരെ രൂക്ഷമായ പ്രതികരണങ്ങൾ ഉണ്ടായതാണ്. ഇപ്പോൾ പക്ഷേ ജസ്ന പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചിത്രങ്ങൾ മറ്റാരും വാങ്ങാതിരിക്കുന്നതിന് വേണ്ടി തൻ്റെ ജീവിതം തന്നെ ഇല്ലാതാക്കാൻ, തനിക്ക് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാതെ പണവും കിട്ടാതെ വരാൻ വേണ്ടിയുള്ള ഒരു പ്രചാരണമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണല്ലോ. എന്താണ് ഇപ്പോൾ ഈ യഥാർത്ഥത്തിൽ ജസ്നയ്ക്കെതിരെ നടക്കുന്ന ഈ സൈബർ അറ്റാക്ക്? മഞ്ജുഷ്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ജസ്ന സലീം ഒരു യുവാവിനെതിരെ ഒരു പരാതി നൽകിയിരുന്നു. തന്നെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട പരാതിയായിരുന്നു നൽകിയത്. ആ പരാതിയിൽ അടുത്തിടെ കോഴിക്കോട് കോടതിയിൽ നിന്നും ജസ്നയ്ക്ക് പ്രതികൂലമായ ഒരു വിധി ലഭിക്കുന്നു. അത് തെളിവുകൾ ഇല്ലാതെയാണ് ആ കേസ് തള്ളുന്നതെന്ന് കോടതി പറയുകയും ചെയ്യുന്നു. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസ് തള്ളിപ്പോയതുകൊണ്ട് തന്നെ ജസ്ന ഇത്തരത്തിൽ മറ്റുള്ളവർക്കെതിരെ ആ കേസ് കൊടുത്ത ശേഷം അവരെ ഹണി ട്രാപ്പിൽ പെടുത്തുന്നു. പണം നൽകിയില്ലെങ്കിൽ പിന്നീട് അവർക്കെതിരെ കേസ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടലുമായി മുന്നോട്ട് പോകുന്നു എന്ന തരത്തിലുള്ള പ്രചാരണമാണ് സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വരുന്നത്. വാട്സാപ്പുകളിലും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലുമൊക്കെ ഇത്തരത്തിലുള്ള സ്ക്രീൻഷോട്ടുകളും ഇതേക്കുറിച്ചുള്ള ലേഖനങ്ങളുമൊക്കെ പരക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പൂർണ്ണമായും തന്നെ ലക്ഷ്യമിട്ട് ചില കേന്ദ്രങ്ങളിൽ നിന്ന് നടത്തുന്നതാണ് എന്നാണ് ഇവർ പറയുന്നത്. ഒപ്പം ഈ കുറ്റവിമുക്തനായ യുവാവും ഇത്തരം ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും പിന്നിലുണ്ടോ എന്നും അവർ വ്യക്തമാകുന്നു. ഈ കേസിൽ തൻ്റെ വാദമുഖങ്ങൾ പൂർണ്ണമായും കോടതിയിൽ ഫലിപ്പിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. താൻ നൽകിയ വിവരങ്ങൾ പൂർണ്ണമായി തന്നെ അത് കോടതിയിൽ എത്തിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നൊരു ആക്ഷേപവും ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും പടങ്ങൾ വിറ്റ്, കൃഷ്ണൻ്റെ ചിത്രങ്ങൾ വരച്ച് അത് വിറ്റാണ് ഇവർ ജീവിക്കുന്നത്. പ്രത്യേകിച്ചും ഇസ്ലാം മതവിശ്വാസിയായ ഒരു യുവതി കൃഷ്ണൻ്റെ ചിത്രങ്ങൾ വരയ്ക്കുന്നു എന്നത് വലിയ അത്ഭുതമായിരുന്നു, കൗതുകമായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടാക്കിയത്. നമുക്കറിയാം, സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് ഗുരുവായൂരിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോലും ആ പടം നേരിട്ട് സമ്മാനിക്കാൻ ജസ്നയ്ക്ക് കഴിയുകയും ചെയ്തിരുന്നു. നൂറുകണക്കിന് ആളുകളാണ് രാജ്യത്തിന് പുറത്തു നിന്നുമൊക്കെയായി ജസ്നയ്ക്ക് ചിത്രങ്ങൾ വരയ്ക്കാൻ ഓർഡറുകൾ നൽകുകയും അത് പല തരത്തിലുള്ള ശ്രേണിയിലുള്ള തുകയ്ക്ക് ജസ്ന വരച്ചു നൽകുകയും ചെയ്തിരുന്നത്. അത്തരത്തിലൊരാൾ ഹണി ട്രാപ്പിൻ്റെ അംഗമാണ്. ഇവർ ഹണി ട്രാപ്പിൽ കിടത്തിയ ആളുകളെ കെണിയിലാക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ഒരു സദാചാര ഭാഗത്തുള്ള ഒരു വീഴ്ച, സദാചാര ഭംഗം വന്നുവെന്ന് ഇവരിൽ വിശ്വസിക്കുന്ന കുറച്ചു പേരെങ്കിലും ചിന്തിക്കും. പ്രത്യേകിച്ചും കൃഷ്ണൻ്റെ ചിത്രങ്ങളൊക്കെ വരച്ച് ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ ആ കച്ചവടത്തെയും ദോഷകരമായി ബാധിക്കും എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് അവർ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാണ് എന്ന് കരഞ്ഞുകൊണ്ട് നമ്മളോട് പറയുന്നത്. എന്തായാലും ഈ സൈബർ ആക്രമണങ്ങളുടെ ഒരു നിജസ്ഥിതി വെളിപ്പെടുത്തുകയാണ് ജസ്ന നമ്മൾക്ക് നൽകിയ അഭിമുഖത്തിലൂടെ ചെയ്തിരിക്കുന്നത്. മഞ്ജുഷ്, ഇതിന് ഇപ്പോൾ എന്തെങ്കിലും ഒരു നിയമ നടപടി ജസ്ന ആലോചിക്കുന്നുണ്ടോ? അവർ തന്നെ എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു സമയമാണല്ലോ ഇത്. തീർച്ചയായും അവർ നിയമ നടപടികൾ ആലോചിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യം ഈ സമൂഹ മാധ്യമങ്ങളിലും മറ്റുമാണ് ഇവർക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിജസ്ഥിതി ആദ്യം തന്നെ മാധ്യമത്തിലൂടെ, പ്രത്യേകിച്ചും നമ്മളിലൂടെ പുറത്തേക്ക് വരിക എന്നതാണ് അവർ ആദ്യം തന്നെ ലക്ഷ്യം വെച്ചിരിക്കുന്നതിലും അവരുടെ വീഡിയോകൾക്ക് താഴെ നൂറുകണക്കിന് ആളുകളാണ് അവർക്ക് പിന്തുണയുമായി എത്തിയിരിക്കുന്നത്. അവർ തികഞ്ഞ ഒരു കൃത്യമായൊരു പിന്തുണ നൽകുന്നുമുണ്ട്. എന്തായാലും അത് അവർക്ക് കരുത്താണ് എന്നാണ് അവർ പറയുന്നത്. വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും മറ്റു ഉപരി കോടതികളെയും മറ്റുമൊക്കെ സമീപിക്കാനുള്ള ഒരു നീക്കമാണ് ജസ്ന നടത്തുന്നത്. എന്തായാലും ഇതിനുള്ള നടപടിക്രമങ്ങൾ അധികം വൈകാതെ കൈക്കൊള്ളും. സമൂഹത്തിൻ്റെ ഒരു മനസാക്ഷി അല്ലെങ്കിൽ ആളുകളുടെ ഒരു പ്രതികരണം തനിക്ക് അനുകൂലമാണ് എന്നൊരു ആത്മവിശ്വാസം ഇപ്പോൾ ജസ്നയ്ക്കുണ്ട്. അത് കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നതിന് പ്രേരിപ്പിക്കും. എന്തായാലും നിലവിലുണ്ടായ സംഭവങ്ങളുടെ നിജസ്ഥിതി ജനങ്ങളെ അറിയിക്കുക എന്നതാണ് ആ വീഡിയോയിലൂടെ ജസ്ന ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഇനി മറ്റ് ഏജൻസികളെ സമീപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി അവർ മുന്നോട്ട് പോകും. ഒപ്പം ഈ കീഴ്ക്കോടതി വിധിക്കെതിരായ അപ്പീൽ നൽകുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്കും അവർ നീങ്ങും. മഞ്ജുഷ്, ശരി. എം എസ് അനീഷ് കുമാറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ജസ്ന സലീമിനെതിരെ ഗുരുതരമായ സൈബർ ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത്. കൃഷ്ണചിത്രങ്ങൾ വരച്ച് ശ്രദ്ധേയയായ ആളാണ് ജസ്ന സലീം. നേരത്തെ പ്രധാനമന്ത്രിക്ക് താൻ വരച്ച കൃഷ്ണചിത്രം നൽകി വളരെയധികം ശ്രദ്ധേയയായ ആളാണ് ജസ്ന സലീം. ഇപ്പോൾ ജസ്ന സലീമിനെതിരെയാണ് സൈബർ ആക്രമണം നടക്കുന്നത്. ഹണി ട്രാപ്പുകാരി ആണ് എന്നുള്ള വ്യാജ പ്രചാരണം നടക്കുന്നതിനെതിരെയാണ് ജസ്ന ഇപ്പോൾ ന്യൂസ് 18 പ്രതികരിച്ചത്.